Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് മാനേജ്മെന്റ് സയൻസ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള എസ് ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററേയും പേപ്പേഴ്സ് അവൈലബിൾ ആണ്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് ഇവിടെ പറയാനുള്ള മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് തിയറി പ്രോബ്ലം ഇതിൻ്റെ പ്രൊപ്പോർഷനാണ്. ദെൻ ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ പ്രോബ്ലത്തിന് തന്നെ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് പഠിച്ചിരിക്കണം. എസ്പെഷ്യലി എസ് പാർട്ടിലോട്ട് വരുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം 2 പ്രോബ്ലം 2 തിയറിയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ കൂടുതൽ ചോദിക്കുന്നുണ്ട്, തിയറിയിലോട്ട് കൂടുതൽ മാറി തിയറി എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? നമുക്കറിയാം മാനേജ്മെന്റ് സയൻസ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ തിയറി എഴുതുമ്പോൾ അതിനുള്ള സ്കോപ്പ് മറ്റ് തിയറി പേപ്പേഴ്സിൻ്റെ പോലെ അത്രത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം തന്നെ ചെയ്യുക. തിയറിയിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോർ എന്ന് പറയുന്നത് പ്രോബ്ലത്തിൻ്റെ അത്രയ്ക്ക് ഉണ്ടാവില്ല. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യമാണ് 2 പ്രോബ്ലം 2 തിയറി വന്നത്. അതിനേക്കാൾ മുമ്പൊക്കെ 3 പ്രോബ്ലം 1 തിയറി അങ്ങനെയാണ് കണ്ടുവന്നിട്ടുള്ളത്. എന്നാലും നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം പറയാം, അതിനുശേഷം തിയറി പാർട്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എന്നാ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസൈൻമെന്റ് പ്രോബ്ലമോ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമോ, ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ എസ്സേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ടോപ്പിക്ക് എസ്സേക്കോ അതുപോലെ തന്നെ 3 വെയിറ്റേജിൻ്റെലോ മാറി മാറി വരുന്നതാണ്. സോ നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ആദ്യത്തെ അസൈൻമെന്റ് പ്രോബ്ലം ആണ്. രണ്ടാമത് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണ്. സോ ഒരു കാരണവശാലും ഈ 2 ടോപ്പിക്സും സ്കിപ്പ് ചെയ്യരുത്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ എസ്സേക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് എല്ലാ പ്രാവശ്യം വരാറുള്ളതാണ് LPP. സോ LPPയുടെ ഗ്രാഫിക്കൽ മെത്തേഡാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്, പിന്നെ അതല്ലാണ്ട് മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാത്രമുണ്ട്. അത് നമ്മൾ 3 വെയിറ്റേജിനെല്ലാം കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. സോ ഗ്രാഫിക്കലാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എസ്സേക്ക് ഗ്രാഫിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അത് വീണ്ടും ഉണ്ടാവും എന്നുള്ളത് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. സിംപ്ലക്സ് ചോദിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, സിംപ്ലക്സ് നമ്മൾ ഇതുവരെയായിട്ട് കണ്ടു വന്നിട്ടില്ല. എന്നാലും ഇനിയിപ്പോൾ ഒന്ന് മാറ്റിപ്പിടിച്ച് സിംപ്ലക്സ് ഇടാണെങ്കിൽ, ഞാൻ പറയാണ് സിംപ്ലക്സ് ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല, ഇടാണെങ്കിൽ ഒരു കാരണവശാലും സിംപ്ലക്സ് അറ്റൻഡ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ സമയം ഒരുപാട് കളയുന്നൊരു ടോപ്പിക്കാണത്. നിങ്ങൾക്ക് മറ്റ് ചോദ്യങ്ങൾ അവിടെ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റേ ഏരിയാസിലോട്ട് പോയാൽ മതി. ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. ഇനി ഇടാണെങ്കിലും നിങ്ങൾക്ക് ബാക്കി 3 ഓപ്ഷൻസ് ഉണ്ട്, അതിലോട്ട് പോയാൽ മതി. കാരണം അതിലോട്ട് പോവുകയാണെങ്കിൽ, സിംപ്ലക്സിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള സമയം അവിടെ നിന്ന് എന്തായാലും പോവും, 100% ഷുവറാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ LPP നമ്മൾ മാത്തമാറ്റിക്കലും ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാഫിക്കലും ഉണ്ട്. മാത്തമാറ്റിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഒരു കഥ പറഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് കൺസ്ട്രെയിൻസ് അല്ല ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് ഒക്കെ എഴുതാം. അപ്പോൾ ഇത് എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. സോ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രോബ്ലം. ദെൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിർബന്ധമായും പഠിക്കേണ്ടത് നെറ്റ്വർക്ക് അനാലിസിസ് ആണ്. നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ പ്രോബ്ലമാണ്. അത് CPM ആവാം, അതുപോലെ തന്നെ പെർട്ടും ആവാം. ഇതിലേതെങ്കിലും ഒരെണ്ണം, അതെന്തായാലും എല്ലാ പേപ്പറിലും വരുന്നതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ എസ്സേക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതിൽ നിന്ന് 4 ടോപ്പിക്സ് ഉണ്ട്. ഈ 4 എണ്ണത്തിൽ നിന്ന് നമുക്ക് എന്താണ് 2 പ്രോബ്ലം
ഇനിയിപ്പോൾ ഇപ്രാവശ്യവും 2 പ്രോബ്ലം 2 തിയറി ആണ് എങ്കിൽ 2 പ്രോബ്ലം ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് തിയറി ഏരിയാസിലോട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇതുവരെയായിട്ട് തിയറി കണ്ടിട്ടില്ല. എസ്സേക്ക് അത് ചിലപ്പോൾ 2 വെയിറ്റേജോ 3 വെയിറ്റേജോ ആയിട്ടാണ്. ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് സയൻസ് എന്താണെന്നും മാനേജ്മെൻറ്റ് സയൻസിൻ്റെ പ്രോസസ് ആൻഡ് ലിമിറ്റേഷൻസ് ഉണ്ട്, ഇതിന് സ്റ്റെപ്സ്, പ്രോസസ്, അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ്, ഇതെന്തായാലും ഒന്ന് പഠിച്ചു വയ്ക്കും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എസ്സേക്കോ അതല്ലെങ്കിൽ 3-2 ഇത് ഏതെങ്കിലും ഒരു പാർട്ടിൽ ഇത് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് ഇതൊന്നുമില്ല, എന്താണ് മാനേജ്മെൻറ്റ് സയൻസ്, എന്താണ് പറയുക, ഇതിൻ്റെ ലിമിറ്റേഷൻസ്, അതുപോലെ തന്നെ അതിൻ്റെ ഏതൊക്കെ സ്റ്റേജസിലൂടെ കടന്നു പോകുന്നു, ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് തിയറി എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് LPPയുടെ തന്നെയാണ്. LPP അതിൻ്റെ ആപ്ലിക്കേഷൻസ്, വാട്ട് ആർ ദ ആപ്ലിക്കേഷൻ ഏരിയാസ് ഓഫ് LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഞാൻ വീണ്ടും പറയണു, തിയറിയിലോട്ട് പോകാതിരിക്കാൻ നോക്കുക, പരമാവധി പ്രോബ്ലം തന്നെ അറ്റൻഡ് ചെയ്യുക കേട്ടോ, എന്നാലേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു തിയറിയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വീണ്ടും അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗെയിം തിയറിയുടെ തിയറിയാണ്. അപ്പോൾ അത് വീണ്ടും ഉണ്ടാവും എന്നുള്ളത് കുറവാണ് സാധ്യത. ഡിഫൈൻ തിയറി ഓഫ് ഗെയിം, then discuss the assumptions and strategies of theory of game. ഇതാണ് മറ്റൊരു ടോപ്പിക്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എസ്സേക്ക് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് കേട്ടോ. ഇനി തിയറി ടോപ്പിക്കുള്ള പ്രത്യേകത 3 വെയിറ്റേജിന് തന്നെ ചോദിച്ചത്, അത് തന്നെ നമുക്ക് എസ്സേക്കും ഇടാം. ഓക്കെ, സോ അങ്ങനെ 3 വെയിറ്റേജിൻ്റെ സ്കോപ്പുള്ള 1-2 ടോപ്പിക്കുകളുണ്ട്. നിങ്ങൾ ലാസ്റ്റ് ഒരു പ്രയോറിറ്റി കൊടുത്ത് അതിനെ പഠിച്ചാൽ മതി. അതിലൊന്ന് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നെറ്റ്വർക്ക് അനാലിസിസിൽ പറഞ്ഞ എന്താണ് CPM ആൻഡ് പെർട്ടില്ലേ, നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ തിയറി, അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അത് ശരിക്കും 3 വെയിറ്റ്, കഴിഞ്ഞ പ്രാവശ്യം 3 വെയിറ്റേജിൽ വന്നതാ അങ്ങനത്തെ ഒരു ടോപ്പിക്ക്. അതുപോലെ തന്നെ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്താണ്, അത് വന്നതാണ്. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, അതിൻ്റെ കൺസെപ്റ്റ്, അതിൻ്റെ ടെക്നിക്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്ക്. ഇതൊക്കെ എസ്സേക്ക് സ്കോപ്പ് ഇല്ലാത്തതാണ്, മാറ്റിപ്പിടിക്കുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സജഷൻ തന്നിട്ടുള്ളതാണ്. ആദ്യത്തെ പറഞ്ഞ ഏരിയാസിലോട്ട് തന്നെ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് കൊടുക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നൊരു ചോദ്യമാണ് ഡിസിഷൻ മേക്കിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട്. അതും കൂടി ലാസ്റ്റ് ഒരു സജഷൻ തരാണ്. വാട്ട് ഈസ് ഡിസിഷൻ മേക്കിംഗ് under uncertainty. Explain the various quantitative methods that are useful for decision making under uncertainty. ഓക്കെ, അപ്പോൾ ഇതും ഇതിനായിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നടന്നൊരു ചോദ്യമാണ്.
അപ്പോൾ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ തിയറി ഏരിയാസ് എന്ന് പറയുന്നത് തിയറി ആയിട്ട് ചോദിക്കാൻ സ്കോപ്പുള്ള ചോദ്യങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. എന്നാലും നമ്മൾ ഇതിനകം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നിട്ടുള്ള തിയറി ഏരിയാസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ മാക്സിമം നമുക്ക് തരാനുള്ള ഒരു 8 സജഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 4 ചോദ്യങ്ങൾ നാളത്തെ പേപ്പറിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ 2 എഴുതിയാൽ മതി. അപ്പോൾ അസൈൻമെൻറ്റ് പ്രോബ്ലം അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഇത് പ്രോബ്ലമായിട്ട് പ്രതീക്ഷിക്കുന്നു. LPPയുടെ ഗ്രാഫിക്കൽ ആൻഡ് മാത്തമാറ്റിക്കലാണ് പ്രോബ്ലത്തിൽ നമ്മൾ മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. നെറ്റ്വർക്ക് അനാലിസിസ് പ്രോബ്ലം കമ്പൽസറി ആണ്, എപ്പോഴും വരാറുണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് സയൻസിൻ്റെ ബേസിക്സ് നോക്കുക. ദെൻ ആപ്ലിക്കേഷൻ ഏരിയാസ് ഓഫ് LPP തിയറി, ഗെയിം തിയറിയുടെ തിയറി, ദെൻ CPM എന്താണ്, പെർട്ട് എന്താണ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ മറ്റൊരു തിയറി. രണ്ട് ഇതാണ് കേട്ടോ, ചാപ്റ്റർ ആണ്. പിന്നെ നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി, അതിനെ പറ്റിയിട്ടുള്ള തിയറി. അപ്പോൾ തിയറി ഏരിയാസ് 2 വരുന്നതുകൊണ്ട് കുട്ടികളെ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ തിയറിക്ക് ഇത്രത്തോളം അഡീഷണൽ ക്വസ്റ്റ്യൻസ് തന്നെ. അല്ലാണ്ട് നമുക്ക് തിയറി ഏരിയാസ് ഉള്ളത് മാർക്കോ ചെയിൻ്റെ അനാലിസിസ് ഉണ്ട്. ബട്ട് ഇത് ഞാൻ 3 വെയിറ്റേജിനാണ് പ്രതീക്ഷിക്കുന്നത്, അങ്ങനത്തെ ടോപ്പിക്കുകൾ. ഓക്കെ, ഇപ്പോൾ ക്യൂയിങ് തിയറിയുടെ ഒക്കെ ആണെങ്കിലും അതൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ തിയറി 3 വെയിറ്റേജിനാലാണ് പ്രതീക്ഷിക്കുന്നത്. എസ്സേക്കുള്ള സ്കോപ്പില്ല, വന്നാലും നമുക്ക് എഴുതാനുള്ള സ്കോപ്പില്ല. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന എസ്സേ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.